ഹലോ, നിങ്ങളെല്ലാവരും എന്നെ ഓർത്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ. നമ്മൾ ഈ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ലോങ് വീഡിയോ ചെയ്തിട്ടേ ഇല്ല. ഷോർട്സിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റ് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്. അതായത് ഞാൻ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കരുതി ഡെയിലി വെയിറ്റ് നോക്കണ്ട, ഒരാഴ്ച ആകുമ്പോൾ നോക്കാന്ന് കരുതിട്ടോ. അപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇന്നിപ്പോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം ഞാൻ കിച്ചണിലാണ് നിൽക്കുന്നത്. അപ്പൊ വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇന്ന് കരുതി നമുക്ക് വെയിറ്റ് ലോസിൽ എന്നും ഈ ദോശ ഇഡലി ഇതൊക്കെ കഴിച്ച് നമ്മൾ മടുത്തല്ലോ. അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് കരുതി. നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ തമിഴ്നാട്ടിലായിരുന്നേ. അപ്പൊ എനിക്ക് ഈ തമിഴ്നാട്ടിലെ അവിടുത്തെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിന്ന് ടൊമാറ്റോ റൈസ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതിയിട്ടാ. കുറെ ദിവസമായിട്ടുണ്ട്, പക്ഷെ ടൊമാറ്റോ റൈസ് ഒരു ഇത്തിരി നല്ല ഒന്ന് കഴിക്കണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോറ് വെച്ചിട്ട് അവിടുത്തെ പൊന്നിയരി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ ഇത്തിരി ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് എടുക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ കരുതിയത് നമുക്ക് ഈ റൈസിന് വേണ്ടി ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ നമുക്ക് മില്ലറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ മില്ലറ്റ് വെച്ചിട്ട് നമുക്കൊരു റൈസ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഒരു ടൊമാറ്റോ റൈസ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം എന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ആ റെസിപ്പിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കരുതി നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഡയറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ എന്നും ദോശ ഇഡലി ഗോതമ്പ് ഇങ്ങനത്തെ ഉള്ളതൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ചോറ് കഴിക്കണം, ഒരു വെറൈറ്റി റൈസ് കഴിക്കണം, അങ്ങനെ തോന്നുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഈ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അതിന് അത്ര വലിയ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് തക്കാളിയും കുറച്ച് നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൊമാറ്റോ റൈസ് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മില്ലറ്റ് വെച്ചിട്ട് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് അങ്ങ് കിടക്കാമല്ലേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഡയറ്റ് ചെയ്യുന്നുണ്ടോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോയിലോ എൻ്റെ ഷോർട്സിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും എന്നെ അറിയിക്കണം കേട്ടോ. എഴുതി കമൻസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പണ്ട് കമൻസ് ചെയ്തിരുന്ന ആരും ഇപ്പോൾ കമൻസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാവേ. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്നത് ബേൺയാർഡ് മില്ലറ്റ് ആണ് കേട്ടോ. അതായത് കുതിരവാലിയുടെ ആ ഒരു ധാന്യം, ചെറുധാന്യം അങ്ങനെയല്ലേ പറയണേ, അത് തന്നെ കേട്ടോ. അത് ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തത്. അത് തലേന്ന് രാത്രി ഞാൻ കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ. അതായത് 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുതിർക്കാൻ വെക്കണം. കാരണം ഇതെന്തോ ഡൈജഷനൊക്കെ ചെറിയ ഒരു പ്രശ്നം, ഇതിലെന്തോ ഒരു കണ്ടൻറ്റ് ഉള്ളുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളിത് കുതിർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അത്ര പ്രശ്നം വരത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ. കാരണം നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല കൊളസ്ട്രോളായാലും ഷുഗർ ഉള്ളവർക്കായാലും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അതായത് ഒരുപാട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾ നെറ്റിലൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ രാവിലെ എടുത്തൊന്ന് ഊറ്റി മാറ്റി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മളിവിടെ 1.5 സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയിൽ ഞാൻ കുരു കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുരു ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ഡയറ്റൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് അങ്ങ് പുളിപ്പായി പോവും. അതുകൊണ്ട് കുരു മാറ്റിയിട്ട് എടുക്കുന്നതാണ് തക്കാളി ചോറിന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇത് 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഇതൊക്കെ ചെയ്താൽ മതി. എനിക്ക് പിന്നെ ഈ വീഡിയോയിൽ കുക്കർ വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാനിൽ ഇത് ചെയ്യുന്നത്. നിങ്ങളെടുക്കുമ്പോൾ ഇതെല്ലാം കുക്കറിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കുക്കറോ പാനോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചു, പിന്നെ ഒരു നുള്ളു ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു തമിഴ്നാട് റെസിപ്പി ആകുമ്പോൾ അവിടെ എല്ലാത്തിലും ഈ താളിപ്പിൽ ജീരകം വരാറുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തു. അതൊന്നും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് സവാളയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതങ്ങ് നല്ല രീതിയിൽ വാടി വരികയൊന്നും വേണ്ട, ഒരുവിധം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വാടാനായിട്ട് നിൽക്കണ്ട. അപ്പം ഈ സമയത്ത് ഇതിൽ ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ചേർക്കേണ്ട ടൈം ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഇത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് തളർന്ന് ആ ഒരു സവാള വന്ന സമയത്ത് ഞാനിതിലേക്ക് ഇതേ നമ്മുടെ കുരു മാറ്റി വെച്ച നമ്മുടെ തക്കാളി ഇല്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉപ്പൊന്നും നോക്കണ്ട, നിങ്ങൾ ഈ തക്കാളി പെട്ടെന്നൊന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഉപ്പ് നിങ്ങളുടെ ഒരു ഐഡിയയിൽ അങ്ങ് ചേർത്താൽ മതി. ഉപ്പൊക്കെ നമുക്ക് കറക്റ്റ് പിന്നെ നോക്കാം കേട്ടോ. കാരണം ഇതിൽ ഉപ്പ് സംഭവം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് ഈ ഒരു വെന്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മസാലയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു സംഭവവും ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഈ ഒരു രീതി ആയി വരുന്ന കണ്ടോ. ഇത്രയും ഒന്ന് ആയാൽ മതി. നമുക്കിത് നല്ല അങ്ങ് വഴണ്ട് എണ്ണ തെളിഞ്ഞ് അത്രയ്ക്കൊന്നും ആവണ്ട. കാരണം ഇനി ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര രീതിയിൽ അങ്ങ് ആയി വന്ന് അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത്രയും മതി, ഇതേ ഉള്ളൂ സംഭവം. ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് മാറ്റണം കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും സംഭവങ്ങൾ ചെയ്യുന്നത് കുക്കറിൽ തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായപ്പൊടി ചേർക്കുക. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ മഴയൊക്കെയാണ്, ഇപ്പോൾ സേഫായിട്ടിരിക്കുക. അപ്പം നമ്മുടെ കനക കുക്കിങ്ങിലാണ്. എന്ത് ഡിഷ്? ഇത് തക്കാളി റൈസ് അല്ല, മില്ലറ്റ്. ഇത് തമിഴ്നാട് സ്റ്റൈലാണ്. തമിഴ്നാട് സ്റ്റൈല്. പക്ഷെ റൈസ് ഇല്ല, അതിന് മില്ലറ്റ് വെച്ച് ചെയ്യുന്നു. അപ്പം അത് കാണാം. ബൈ. അപ്പം നമ്മൾ അത് കുക്കറിലോട്ട് മാറ്റുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കുക്കറിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ്, അതായത് നമ്മുടെ ആ കുതിരവാലി അതുണ്ടല്ലോ ആ സംഭവത്തിന് 2 ഗ്ലാസ് വെള്ളമാണ് കറക്റ്റ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വിട്ട് കിട്ടണമെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. പക്ഷേ ഈ തക്കാളി ചോറൊക്കെ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ, തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾ 2 ഗ്ലാസ് കറക്റ്റ് വിസിലൊക്കെ കുക്കർ നല്ലതൊക്കെ ആണെങ്കിൽ 2 ഗ്ലാസ് വെക്കാവൂ. കാരണം ഇല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അടി പിടിക്കൂട്ടെ. എൻ്റെ കുക്കറിൻ്റെ വിസിലൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതുമാണ് ഇഷ്ടം. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതിൽ തന്നെ നമ്മളിതേ വെള്ളവും അളന്നെടുക്കുക. അപ്പം ഞാൻ 1 ഗ്ലാസ് മില്ലറ്റിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മില്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ഇടുക കേട്ടോ. കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് മുന്നേ നിൽക്കണം കേട്ടോ കുറച്ച്. എന്നിട്ട് നമ്മൾ ഇതിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു മില്ലറ്റ് ഇതിലിടില്ലേ, ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ ഉപ്പ് ഒന്നും കൂടി ഒന്ന് നോക്കണം കേട്ടോ. അതായത് ഒരു നുള്ള മുന്നേ നിൽക്കണം, ഒത്തിരി മുന്നേ വരരുത്. ഉപ്പ് കൂടിയാലും കൊള്ളൂല, ഉപ്പ് കുറഞ്ഞാലും ഇത് കഴിക്കാൻ കൊള്ളൂല. കാരണം അധികം സംഭവങ്ങളൊന്നും ഇതിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടറിയാം, ഞാൻ കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞത് ഇരിപ്പുണ്ടായിരുന്നിട്ട്. അപ്പോൾ അത് ഞാനൊരു അലങ്കാരത്തിന് ഇത് ഇട്ടെന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട. വെറുതെ സോയാബീൻ വേണമെങ്കിലും കുറച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആ ഒരു മില്ലറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യുക, ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. എന്നിട്ട് ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് കുക്കർ അടയ്ക്കുക. പിന്നെ നമ്മുടെ നോർമൽ ഫ്ലെയിമില്ലേ, അതായത് ഒത്തിരി ഫ്ലെയിം കൂടിയ ആ ഒരു അടുപ്പിലല്ല, ഇപ്പുറത്ത് നമ്മുടെ നോർമലായിട്ട് വരുന്ന ഒന്ന് ചെറുത്, ഒന്ന് ഏറ്റവും കൂടുതൽ, ഒരു നോർമൽ ഫ്ലെയിം ഇല്ലേ, ഒരു മീഡിയം ഫ്ലെയിം വരുന്ന അതിൽ ഫുള്ളിൽ വെക്കുക. ഒരു 2 വിസിൽ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെയാണ് ഇതിരിക്കുന്നത്. കാരണം എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഇത് ആറിക്കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വിട്ട് വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കുക, വേണമെങ്കിൽ ചേർക്കണ്ട. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചേർത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് സെർവ് ചെയ്യാണ്. ഇത് ബെസ്റ്റായിട്ടുള്ളത് ചൂട് മാറിയിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ എൻ്റെ ആക്രാന്തം കാരണം ഞാൻ ഇപ്പോഴേ തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൂട് മാറിയിട്ട് എടുത്ത് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ കൂടെ കുറച്ച് ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ കോമ്പിനേഷൻ പലത് ആക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കഴിക്കാൻ പോവുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഫാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഉറക്കെ സംസാരിക്കുന്നുണ്ടേ. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാതെ. ചൂടുണ്ടേ.
കൊള്ളാട്ടോ. ഇത് എനിക്ക് ഇത്തിരി കുഴഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം എടുത്തേട്ടോ. അപ്പം നിങ്ങൾക്ക് കുഴഞ്ഞ് വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. പിന്നെ ഈ തക്കാളി, ഇത് തക്കാളി സാപ്പാടെന്ന് കേട്ടോ പറയണേ. ഈ തക്കാളി സാദം, തൈര് സാദം, അവരുടെ പരിപ്പ് സാദമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്തിരി കുഴഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കഴിക്കാൻ. എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ എടുത്ത് ഗ്രീക്ക് യോഗേർട്ടാണേ. യോഗേർട്ട് വേണമെന്നൊന്നുമില്ല, നമുക്കിത് മാത്രം മതി കഴിക്കാനായിട്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ വടകം ഉണ്ടല്ലോ, ഫ്രൈൻസ് എന്ന് പറയുന്ന സംഭവം, അത് വെച്ചിട്ട് കഴിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, അതിൻ്റെ വറുവലെന്ന് പറയും. ഒന്നുമില്ല, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കോമ്പിനേഷൻ അതാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ മേളിൽ ആയി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കും കേട്ടോ. നമ്മളിപ്പോൾ അതൊന്നുമില്ല, കാരണം ഡയറ്റ് ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനല്ല, ഇതേ സെയിം സംഭവം നിങ്ങൾക്ക് റൈസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തക്കാളി സാദം, ഉരുളക്കിഴങ്ങ് വറവലും പിന്നെ കുറച്ച് ആ ഒരു വടകം ഇല്ലേ, ഇതുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് ഇതെടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിയുന്നില്ല, കഴിച്ചിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, റെസ്റ്റ് എടുക്കണം, അതൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല സംഭവമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം. മില്ലറ്റ് ഇനിയും ബാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്തിനി ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.